നമസ്കാരം, ലൈഫ് സൈക്കിളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്ന വാഹനം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ ജെൻ 3 അമേസിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ഹോണ്ട അമേസിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി മണ്ണുത്തിയിലെ വിഷൻ ഹോണ്ടയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോണ്ട അമേസിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഇനി നമ്മുടെ വ്യൂവേഴ്സിനായിട്ടൊരു ഹാപ്പി ന്യൂസ് പറയാണ്. നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയാണ്. 2 തരത്തിലുള്ള ഗീവ് അവേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എൻ്റെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിട്ട് ഒരു ഗ്രാൻഡ് ഗീവ് അവേ നടത്തുകയാണ്. അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് പറയാം. നിങ്ങൾ ഈ ലൈഫ് സൈക്കിൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈഫ് സൈക്കിൾ എന്ന പേരിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാ ID ഈ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാക്സിമം ലോങ് വീഡിയോസും നിങ്ങൾ കാണുക. ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യുക. മാക്സിമം കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് വിജയിയാകാനുള്ള പ്രോബബിലിറ്റി കൂടുകയാണ്. പിന്നെ രണ്ടാമതുള്ള ഗീവ് അവേ സ്കീം എന്ന് പറയുന്നത് ഓരോ വീഡിയോസിനെയും ആസ്പദമായിട്ടുള്ളതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും താഴെ 1 മാസത്തിനുള്ളിൽ വരുന്ന കമൻറ്റുകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഗീവ് അവേ നടത്തുന്നത്. അതിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഡൈകാസ്റ്റ് കാറായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്തിട്ട് ഈ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗീവ് അവേയിലുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. നമ്മുടെ ഏറ്റവും പുതിയ അമേസിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഫേഷ്യലാണ്. നമ്മുടെ എലിവേറ്ററിൽ കൊടുത്തിരുന്ന ആ വലിയ ഫ്രണ്ട് ഗ്രില്ലാണ് നമ്മുടെ അമേസിൽ ഈ വട്ടം ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതിന് നടുവിലായിട്ട് നമ്മുടെ ഹോണ്ടയുടെ എംബ്ലവും കൊടുത്തിരിക്കുന്നു. പിന്നെ അതിന് താഴെയായിട്ട് ചെറിയൊരു എയർ ഡാം സെക്ഷനും നമുക്ക് കാണാനാകും. പിന്നെ എലിവേറ്ററിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. ഇപ്പോൾ 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ ഹെഡ് ലാംപ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. അതിന് മുകളിലായിട്ട് ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഐബ്രോസൊക്കെ പോലെ വളരെ ഭംഗിയായിട്ട് ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഡേ ടൈം റണ്ണിങ് ലാമ്പിന് മുകളിലൂടെ ഈ അറ്റത്തെ ഹെഡ് ലാമ്പിൽ നിന്നും തുടങ്ങി ഈ അറ്റത്തെ ഹെഡ് ലാമ്പിൽ അവസാനിക്കുന്ന രീതിയിലുള്ളൊരു ക്രോമിയം പാർട്ടും കാണാനാകും. പിന്നെ ബമ്പറിലായിട്ട് ഒരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമേസിൻ്റെ ബോണറ്റിലേക്ക് വരുമ്പോൾ ഇരുവശങ്ങളിലായിട്ടും വളരെ മസ്കുലാറായിട്ടുള്ള പവർ ബൾജുകൾ നൽകിയിട്ടുണ്ട്. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൽ നിന്നും തുടങ്ങി നമ്മുടെ ടെയിൽ ലാമ്പിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ലൈന് അമേസിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഡോറിൽ റിക്വഡ് സെൻസറോട് കൂടിയ ക്രോമിയം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. പിന്നെ പുറകിലെ ഡോറിലേക്ക് വരുമ്പോഴും ക്രോമിയം ഫിനിഷിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നമ്മുടെ അമേസിൻ്റെ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ വീലിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചിൻ്റെ 185/60 സൈസിലുള്ള ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായ ഡ്യുവൽ ടോൺ കളറുള്ള അലോ വീലുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിന് പറയുമ്പോൾ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ് നമ്മുടെ അമേസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പുറകിലെ ബ്രേക്കിലേക്ക് വരികയാണെങ്കിൽ പുറകിലെ ഡ്രം ബ്രേക്കുകളാണ് നമ്മുടെ അമേസിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അമേസിൽ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ട സിറ്റിയിലേക്ക് കൊടുത്തിരുന്ന പോലെയുള്ള സിഗ്നേച്ചർ വിങ് ഷേപ്പ്ഡ് LED ടൈൽ ലൈറ്റ് തന്നെയാണ്. അതിൻ്റെ ഈ എലമെൻ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ IV ടെക് എന്നുള്ള ബാഡ്ജിങ് കൂടെ കാണാം. പിന്നെ പുറകിലായിട്ട് ഹോണ്ടയുടെ എംബ്ലവും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വശത്തായിട്ട് അമേസ് എന്നും ഇവിടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമേസിന് എല്ലാ വേരിയൻറ്റിലും കൊടുക്കുന്ന ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ ബൂട്ട്ലിറ്റിൻ്റെ ഇവിടെയായിട്ട് മൾട്ടി വ്യൂ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ ഹോണ്ട അമേസിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടിട്ട് വരാം. 416 ലിറ്റർ എന്നൊരു വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് നമ്മുടെ അമേസിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൂട്ട് സ്പേസിൻ്റെ താഴെയായിട്ട് നമ്മുടെ സ്പെയർ ടയറുകൾ കൊടുത്തിരിക്കുന്നു. 14 ഇഞ്ചിൻ്റെ സ്പെയർ ടയറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 185 പകരം 175/70 സ്പെയർ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ടൂൾ കിറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് അടയ്ക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ മൾട്ടി വ്യൂ റിവേഴ്സ് ക്യാമറ. അതിന് ഇപ്പുറത്തായിട്ട് കാണുന്നത് നമ്മുടെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് തുറക്കാനുള്ള സംവിധാനമാണ്. പിന്നെ അമേസിൽ വന്നിരിക്കുന്ന മറ്റൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പഴയ അമേസിനെ കമ്പയർ ചെയ്യുമ്പോൾ 38 mm വൈഡറാണ് നമ്മുടെ പുതിയ അമേസ്. അതായത് 38 വീതി കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് നമുക്ക് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു തരാം.
ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമേസിന് പഴയ മോഡലിൽ 170 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ മോഡലിന് 172 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ 2 ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിൽ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമേസിൽ മെയിനായിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ലെവൽ 2 അഡാസ് നമ്മുടെ അമേസിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാമറയാണ് ആ കാണുന്നത്. ഇനി നമ്മുടെ അമേസിൻ്റെ എക്സ്റ്റേണൽ മിറർ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ലൈൻ മാച്ചിങ് ക്യാമറ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ലൈൻ മാറുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിലെ മോണിറ്ററിൽ കാണാവുന്ന രീതിയിലാണ് ഈ ക്യാമറയുടെ സംവിധാനം. അപ്പോൾ നമ്മുടെ അമേസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അമേസിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അമേസിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ സൈസിനനുസരിച്ച് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. അപ്പോൾ ഇനി നമ്മുടെ അമേസിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ വളരെ മനോഹരമായൊരു സ്റ്റിയറിംഗ് ആണ് നമ്മുടെ അമേസിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇടതുവശത്തായിട്ട് വോളിയം കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ വലതുവശത്തേക്ക് വരുമ്പോൾ അഡാസിൻ്റെ സ്വിച്ചുകളും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു. നടുവിലായിട്ട് ഹോണ്ടയുടെ ഒരു എംബ്ലം കാണാം. പിന്നെ താഴെയായിട്ടൊരു അലുമിനിയം ഫിനിഷ് കാണാം. പിന്നെ അമേസിൽ വന്നിരിക്കുന്നത് മാറ്റം എന്ന് പറയുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഓണാക്കാൻ പറ്റില്ല, കാരണം ഈ വാഹനത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന വാഹനത്തിൽ നമുക്ക് കാട്ടിത്തരാം. പിന്നെ അതിന് താഴെയായിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള AC വെൻറ്റുകൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെയായിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് കാണാം. പിന്നെ അവിടുത്തെ AC വെൻറ്റുകൾ കാണാം. പിന്നെ AC വെൻറ്റുകൾക്ക് താഴെയായിട്ട് ACയുടെ ഡിസ്പ്ലേ കാണാം. ഇത് ACയുടെ ബ്ലോവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണ്. ഇതൊക്കെ ACയുടെ മോഡ് സ്വിച്ചുകളാണ്. ഇത് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് നമ്മുടെ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് 2 Type A ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയായിട്ടൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹോണ്ട അമേസിൽ വന്നിരിക്കുന്ന വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ്. അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സാമാന്യ വലിപ്പമുള്ള കപ്പ് ഹോൾഡേഴ്സ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്നത് അമേസിൻ്റെ 5 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ലിവറാണ്. അതിന് താഴെയായിട്ട് നല്ല ലെതർ ഫിനിഷിലുള്ളൊരു ബൂട്ടും കൂടി കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ അമേസിൻ്റെ ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടൊരു ആംറസ്റ്റ് മിസ്സിംഗ് ആയിട്ട് കാണാം. പക്ഷേ അമേസിലെ ഒരു ബേസിക് ആക്സറി കിറ്റിൽ, അതായത് 6000 രൂപ വില വരുന്നൊരു ബേസിക് ആക്സറി കിറ്റിൽ നമ്മുടെ വാഹനത്തിന് 4 മാറ്റ്, ഒരു എമർജൻസി ഗ്ലാസ് ബ്രേക്കിംഗ് ഹാമർ, പിന്നെ ഈ ആംറസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നൊരു ബേസിക് ആക്സറി കിറ്റ് ഉണ്ട്. ഇനി അമേസിൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോൾ നല്ല ബ്രോഡ് സ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുഷനിങ് ഉള്ള ഫാബ്രിക് സീറ്റുകളാണ് നമ്മുടെ അമേസിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ഇനി സീറ്റിൻ്റെ താഴ്വശത്തേക്ക് വരുമ്പോൾ വളരെ തൈ സപ്പോർട്ട് നൽകുന്ന സീറ്റുകൾ തന്നെയാണ് നമ്മുടെ അമേസിലുള്ളത്. ഇനി അമേസിൻ്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് സാമാന്യം വലിപ്പമുള്ളൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് നമ്മുടെ അമേസിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്പീക്കറും ട്യൂറ്ററും ഒക്കെ നമ്മുടെ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ ഡോറിലെ പോക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു 1 ലിറ്റർ കുപ്പി വയ്ക്കാവുന്ന ഒരു ഭാഗവും പിന്നെ അപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ വയ്ക്കാവുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ വളരെ മനോഹരമായൊരു ആംറെസ്റ്റും നമ്മുടെ അമേസിൽ കൊടുത്തിരിക്കുന്നു. അതിൽ പവർ വിൻഡോൻ്റെ സ്വിച്ചുകൾ കാണാം. പിന്നെ ഡോറിൽ 2 കളറിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബീജും ഒന്ന് ബ്ലാക്ക് കളറിലുമാണ് ഡോർ പാഡിനുള്ള ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്നത് ഇലക്ട്രിക്കലി ഫോൾഡിങ്ങിൻ്റെ സ്വിച്ചാണ്. ഇത് പിന്നെ മിററിൻ്റെ സെലക്റ്റീവ് സ്വിച്ചാണ്. ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ജോയ്സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിടുന്ന വാഹനം ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പവർ വിൻഡോൻ്റെ ചൈൽഡ് ലോക്ക് സ്വിച്ചാണ്. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകളും നമ്മുടെ ഡ്രൈവർ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 2 വശം കാണില്ലേ? ഓക്കെ, എൻ്റെ വിരലായിട്ട് കാണാമല്ലേ? പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. പിന്നെ അതിന് താഴെയായിട്ട് ഇത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് പുറകിലിരുന്നിട്ട് അവിടുത്തെ ലെഗ് റൂമും ഹെഡ് റൂമൊക്കെ നോക്കാം.
ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള സീറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇത് ഏറ്റവും മാക്സിമം ആയിട്ട് ഇറക്കിയിട്ടിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സീറ്റ് ഏറ്റവും മാക്സിമത്തിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കയറിയിരുന്ന് നോക്കാം. ഇപ്പോൾ 5-8 ഹൈറ്റുള്ള എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. അതുപോലെ കാലൊന്ന് നീട്ടി വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റിയർ AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ അതിന് താഴെയായിട്ട് ഒരു 12 വോൾട്ട് ചാർജറിൻ്റെ സോക്കറ്റ് കാണാം. ഫ്രണ്ടിൽ എനിക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഒരുപാട് ലെഗ് റൂം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാഹനത്തിന് 38 mm വിഡ്ത്ത് കൂടിയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ വാഹനത്തിന് പുറകിൽ 3 ആൾക്ക് നല്ല രീതിയിൽ ഷോൾഡർ സ്പേസ് ലഭിക്കുന്നുള്ളതാണ്. പിന്നെ ഇവിടെയായിട്ട് വാഹനത്തിനൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ ഗ്ലാസ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. ഞാൻ കണക്കുകൂടി തന്നെ ഹോണ്ട 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത് ഫിക്സഡ് ആണ്, അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷേ പരമാവധി ആൾക്കാരും നമ്മുടെ വാഹനങ്ങളിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലതാണ് സത്യം. പിന്നെ 3 സീറ്റ് ബെൽറ്റ് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. സാധാരണ നടുവിലുള്ള ആൾക്ക് ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതാണ്, പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വാഹനം 6 എയർ ബാഗുകളോട് കൂടിയാണ് വരുന്നത്. അത് ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് വേരിയൻറ്റ് വരെ 6 എയർ ബാഗുകൾ നമ്മുടെ വാഹനത്തിന് കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ്റ്റി ഫീല് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ ഷോൾഡർ ലൈനിലേക്ക് വരുമ്പോൾ നല്ലൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നമ്മുടെ വാഹനത്തിന് വന്നിരിക്കുന്നത്. അധികം ഉയരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ നമ്മുടെ വാഹനത്തിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷനിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. അത് ഇത്തിരി ചളി പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ ഈ ബീജ് കളർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് 4 സൈഡിലും പിടിച്ചിരിക്കാനുള്ള ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോസ്റ്റ് കട്ടിംഗ് ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ പുറകിലെ കാര്യം പറഞ്ഞപ്പോൾ പറയാറുന്നത് നമ്മുടെ ബാക്ക് ഗ്ലാസ്സിൽ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പുതിയ അമേസിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടിട്ട് വരാം. പഴയ അമേസിൽ നിന്നും എഞ്ചിനിൽ വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ആയിട്ടാണ് ബോണറ്റിൻ്റെ തുറക്കാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഫ്യൂവൽ ലിഡിൻ്റെ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ഭാരമുള്ള ബോണറ്റുകളാണ് കേട്ടോ നമ്മുടെ അമേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമേസിൽ വരുന്ന 1.2 ലിറ്റർ IV ടെക് പെട്രോൾ എഞ്ചിൻ. ഇതിൽ വരുന്നത് 90 PS പവറും 110 Nm ടോർക്കുമാണ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള എഞ്ചിൻ റൂം തന്നെയാണ് നമ്മുടെ അമേസിൽ വരുന്നത്. ഇനി നമ്മുടെ അമേസിൽ കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ളത് നമ്മുടെ ഈ എഞ്ചിൻ മൗണ്ടാണ്. നമ്മുടെ വോൾവോയിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു ഫ്രണ്ട് കൊളീഷൻ വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ മൗണ്ട് ബ്രേക്കായിട്ട് എഞ്ചിൻ താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ എഞ്ചിൻ ക്യാബിനിലേക്ക് ഇടിച്ച് കയറി ഉണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് ബോണറ്റ് അടയ്ക്കാം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വാഹനം ഇതല്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കാൻ പോകുന്ന വാഹനം ഇതാണ്. ഒബ്സിഡിയൻ ബ്ലൂ പേൾ എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റിയിൽ കൊടുത്തിരുന്ന ആ പ്രീമിയം കളറുള്ള വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ അമേസിനെ നമ്മൾ ലോക്ക് ചെയ്യാണ്. ഇനി നമ്മുടെ അമേസിൽ വരുന്നൊരു ഫീച്ചർ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കീ ഫോബ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇടുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഡോർ ഹാൻഡിലിൽ ജസ്റ്റ് കൈ വെച്ചപ്പോൾ തന്നെ നമ്മുടെ വാഹനം അൺലോക്കായി. ഇനി റിക്വസ്റ്റ് സെൻസർ ഒന്നും തൊടേണ്ട ആവശ്യമില്ല, വാഹനം അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ വാഹനം ലോക്കുമായി. ഇതൊരു സെക്യൂരിറ്റി ഫീച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിലുള്ളൊരു ഫീച്ചർ തന്നെയാണ് അമേസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അമേസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മളെ ഹോണ്ട ലോഗോ കാട്ടി വെൽക്കം ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആ വാഹനത്തിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണം. പുഷ് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വാഹനം അധികം വൈബ്രേഷൻ ഇല്ലാതെ, ഒരു തീരെ വൈബ്രേഷൻ പോലും ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആയിക്കാണ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വന്നു. അപ്പോൾ ഒരു 7 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് നമ്മുടെ അമേസിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗങ്ങളായിട്ട് ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഹോണ്ട അമേസിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഹോണ്ട നമ്മളെ
അമേസ് എന്ന് കാട്ടി നമ്മളെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡിസ്ക്ലൈമർ വന്നിട്ടുണ്ട്, നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അമേസിൽ വന്നിരിക്കുന്ന 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ോടും പറയാനുള്ളത് 4 വീലർ ഓടിക്കുമ്പോൾ എല്ലാ പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റ് ഇട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ അമേസിനെ ഡ്രൈവ് ചെയ്തിട്ട് വരാം. നമ്മുടെ അമേസിനെ ഓടിച്ചു നോക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആട്ടോ. വളരെ പെപ്പി ആയിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഹോണ്ട അമേസിൻ്റേത്. പിന്നെ ഹോണ്ടയുടെ വിഖ്യാതമായ ഐവിടെക് എന്ന ടെക്നോളജി കൂടി ആകുമ്പോൾ ഇവനൊരു പുലിക്കുട്ടി തന്നെയാണ്. പിന്നെ ഇവൻ്റെ ട്രാൻസ്മിഷനിലെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഡിസ്റ്റൻസ് പറഞ്ഞ ഷിഫ്റ്റിംഗ് തന്നെയാണ്. വളരെ പ്രിസൈസ് തന്നെയാണ് നമ്മുടെ അമേസിൻ്റെ ഷിഫ്റ്റിംഗ്. ഇനി അമേസിൻ്റെ ക്യാബിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സെക്യൂർ ഫീൽ തരുന്ന ഒരു ക്യാബിൻ തന്നെയാണ് നമ്മുടെ അമേസിൻ്റെ. വളരെ നോയിസ് ക്യാൻസലേഷനുമുള്ള ഒരു ക്യാബിൻ തന്നെയാണ്. ഇനി നമ്മുടെ അമേസിൻ്റെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് കംഫർട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് നമ്മുടെ അമേസിൻ്റേത്. ശരി അടികളോ ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലൈ ഓവർ കയറി വന്നിട്ട് അതിൻ്റെ ജോയിൻസിലൊന്നും അടിക്കുന്ന സൗണ്ടൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇനി അമേസിൻ്റെ സീറ്റുകളുടെ കംഫർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഫാബ്രിക് സീറ്റ് ആയാലും നല്ല ഫോമി ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. നമുക്കിതിലിരിക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല, നല്ല കംഫർട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നല്ല വിസിബിൾ ആണ് കേട്ടോ. നല്ല വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല തീവ്രമായുള്ള സൂര്യപ്രകാശം നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നല്ല വിസിബിളുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഒരു 90 HP പവറുള്ള ഒരു 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിനാണ് നമ്മുടെ അമേസിന്റെ പവർ കൊടുക്കുന്നത്. അതൊരു 19 km/ലിറ്റർ മൈലേജ് തരുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. പിന്നെ നമ്മുടെ അമേസിന്റെ വിൻഷീൽഡിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാര വിസിബിലിറ്റി തന്നെയാണ്. അധികം ബ്ലൈൻഡ് സ്പോട്ടുകളൊന്നും ഇല്ലാത്ത വിൻഷീൽഡ് തന്നെയാണ് നമ്മുടെ അമേസിന് വരുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ വാച്ച് ക്യാമറയുടെ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഒരു ട്രാവലർ കയറി പോകുന്നതായിട്ട് കാണാം. ഇത് വളരെ ഉപകാരമുള്ളൊരു സിസ്റ്റം തന്നെയാണ്. നമ്മുടെ സബ് 4 മീറ്റർ സെഡാനിൽ 4 സിലിണ്ടർ എഞ്ചിൻ കിട്ടുന്ന ഒരു ഏക വാഹനം കേട്ടോ നമ്മുടെ അമേസ്. ഈ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ ഡിസയറിൽ 4 സിലിണ്ടറിനെ കട്ട് ചെയ്ത് 3 സിലിണ്ടർ ആക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിനുള്ളൊരു വാഹനം എന്ന നിലയ്ക്ക് നല്ല പെർഫോമൻസ് ഉള്ള വാഹനം തന്നെയാണ് നമ്മുടെ അമേസ്. ഈ വാഹനം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫിയറ്റ് ലിനിയ ഡീസലാണ്. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഡ്രൈവബിലിറ്റി തന്നെയാണ് ഈ വാഹനം തരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡീസൽ എഞ്ചിൻ്റേതായ വൈബ്രേഷൻസോ കാര്യങ്ങളോ പെട്രോൾ എഞ്ചിനില്ല എന്നുള്ളതും, പിന്നെ വളരെ പെപ്പി ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണ് നമുക്ക് ഈ അമേസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല കോൺഫിഡൻസ് വരുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അമേസിൻ്റേത്. പിന്നെ ഇവൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ആക്സിലറേഷനാണ്. അധികം ലാഗൊന്നുമില്ല. ലാഗ് എന്ന് പറയുന്ന സാധനമില്ല നമ്മുടെ ഈ അമേസിന്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമേസിൻ്റെ കീ ഫോബ്. ഇതിൽ ലോക്ക്, അൺലോക്ക്, പിന്നെ ബൂട്ട് സ്പേസ്, ഹോൾഡ് ചെയ്ത് പിടിച്ച് ഞാൻ ബൂട്ട് സ്പേസ് തുറക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോണ്ടയുടെ ഒരു എംബ്ലം ഇവിടെ കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ കീ ഫോബ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിലേക്ക് കടക്കുവാനും വാഹനം സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഒരു ആർത്തിയില്ലാത്ത കമ്പനിയാണ് ഹോണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ഹോണ്ട കാറുകൾ വാങ്ങാൻ വേണ്ടി ആരെയും ഹോണ്ട ഫോഴ്സ് ചെയ്യാറില്ല. ഹോണ്ടയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലൊരു വാഹനത്തെ നിർമ്മിക്കുന്നുണ്ട്, അതിന് നല്ല സേഫ്റ്റി ഉണ്ട്, ഒരുപാട് ഫീച്ചറുകളുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ വേണ്ടവർ വാങ്ങുക എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഹോണ്ടയിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹോണ്ട കസ്റ്റമറിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല. ഹോണ്ടയുടെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വേണം എന്ന് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഹോണ്ട ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്ര ഷെയർ പിടിച്ചടക്കണമെന്ന അത്യാഗ്രഹങ്ങളൊന്നും നമ്മുടെ ഹോണ്ട കമ്പനിക്കില്ല. ADAS Level 2, Collision Mitigation Braking System, Adaptive Cruise Control System, Lane Keep Assist System, Lead Car Departure Notification System, Road Departure Mitigation System, Auto High Beam തുടങ്ങിയ ഒരുപാട് സേഫ്റ്റി ഫീച്ചറുകളുമായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ അമേസ് നിരത്തുകളിൽ എത്തിയിരിക്കുന്നത്.
മൊത്തം 6 കളറുകളിലായിട്ടാണ് അമേസിനെ നമുക്ക് വാങ്ങാൻ കഴിയുക. ഇനി അമേസിൻ്റെ വിലയിലേക്ക് വരുമ്പോൾ മാനുവൽ വേരിയൻറ്റിന് 7,99,990 രൂപയിലാണ് വില ആരംഭിക്കുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ 9,69,900 രൂപയിൽ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി CVT ഓട്ടോമാറ്റിക് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 9,19,900 രൂപയിൽ തുടങ്ങുന്ന ബേസ് വേരിയൻറ്റിൽ പോലും ഹോണ്ട CVT ഓട്ടോമാറ്റിക് വേരിയൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് എൻഡിൽ വരുമ്പോൾ 10,89,900 രൂപയാണ് CVT ഓട്ടോമാറ്റിക്കിൻ്റെ വില അവസാനിക്കുന്നത്. ഇവിടെ ഒരു കാര്യത്തിൽ ഹോണ്ടയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് എന്തെന്നാൽ ബേസ് വേരിയൻറ്റിൽ പോലും ഹോണ്ട CVT ഓട്ടോമാറ്റിക് വേരിയൻറ്റിനെ നൽകുന്നുണ്ട്. അമേസിൻ്റെ ZX എന്ന മാനുവൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയ ഈ ഹോണ്ട അമേസിനെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന വിഷൻ ഹോണ്ടയാണ്. വിഷൻ ഹോണ്ടയിൽ ഇപ്പോൾ ഈ അമേസിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എൻക്വയറീസിനും ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസിനും വേണ്ടി വിഷൻ ഹോണ്ടയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.